ഹായ് ഫ്രണ്ട്സ്. ഒരുപാട് നാളുകൾ കൂടി നല്ലൊരു സിനിമ കണ്ടതിന് ഫീൽ തോന്നിയ മൂവിയായിരുന്നു സീതാരാമം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സീതാരാമം എന്ന മൂവിയുടെ കഥയാണ്. ഈ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായും ഈ സിനിമ കാണണമെന്ന് തോന്നും. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണിത്. പ്രണയിച്ച് കൊതി തീരാത്ത റാമിൻ്റെയും സീതയുടെയും കഥ നമുക്ക് കേൾക്കാം. നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 1965-ലെ കാശ്മീർ കാണിക്കും. ആ സമയത്ത് കാശ്മീരിന് വേണ്ടി പാകിസ്ഥാനും ഇന്ത്യയും പോരാടുന്ന സമയമാണ്. പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ഇതിന്റെ ഭാഗമായി അൻസാരി എന്ന പാകിസ്ഥാൻ തീവ്രവാദി 5 ചെറിയ പയ്യന്മാരെ കാശ്മീരിലേക്ക് പറഞ്ഞുവിടും. അൻസാരി ചെയ്യുന്നതിനൊക്കെ പാകിസ്ഥാനിലെ തന്നെ പട്ടാളക്കാരനായ അബുദാരിക്കിന് ഇഷ്ടപ്പെടില്ല. അബുദാരിക്ക് ഇത് തടയാൻ ശ്രമിക്കുമെങ്കിലും ഹയർ ഓഫീസേഴ്സിന്റെ പ്രഷർ മൂലം അയാൾക്കതിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് 20 വർഷത്തിന് ശേഷമെന്ന് കാണിക്കുമ്പോൾ ഈ കഥയിലെ ഹീറോയിൻ അഫ്രീനെ കാണിക്കും. അവളൊരു പാകിസ്ഥാനിയാണ്. അഫ്രീൻ ഇപ്പോൾ ലണ്ടനിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളോടും അഫ്രീന് വെറുപ്പാണ്. ഒരു ദിവസം അഫ്രീൻ കോളേജിലേക്ക് വരുന്ന വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇന്ത്യയുടെ ഫ്ലാഗ് കാണുകയും ഇത് കണ്ട് ദേഷ്യം വരുന്ന അഫ്രീൻ ആ കാർ തന്നെ കത്തിച്ചു കളയാൻ ശ്രമിക്കും. ആ കാറിന്റെ ഓണർ അവളെ വിളിച്ചു വരുത്തി, എൻ്റെ കാറിന് നീ തീയിട്ടതിന് എന്നോട് സോറി ചോദിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരനോട് സോറി ചോദിക്കാൻ അഫ്രീന് വെറുപ്പായതിനാൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നും അഫ്രീൻ അയാളോട് ചോദിക്കും. നിനക്ക് എന്നോട് സോറി ചോദിക്കാൻ കഴിയില്ലെങ്കിൽ എൻ്റെ കാറിന്റെ വിലയായ 10 ലക്ഷം രൂപ എനിക്ക് തരണമെന്ന് അയാൾ അഫ്രീനോട് പറയും. ഒരു ഇന്ത്യക്കാരനോട് ഞാൻ മരിക്കേണ്ടി വന്നാലും സോറി പറയില്ല. അതിന് പകരമായി നിങ്ങൾ ചോദിച്ച 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അഫ്രീൻ അവിടെ നിന്ന് പോകും. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു മുത്തച്ഛൻ മാത്രമാണുള്ളത്. പക്ഷെ അവൾ ലണ്ടനിലേക്ക് വന്നതിന് ശേഷം ഒരു തവണ പോലും മുത്തച്ഛനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുകയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അയാൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ മുത്തച്ഛനെ മീറ്റ് ചെയ്യുകയോ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി അഫ്രീൻ അവളുടെ നാട്ടിലേക്ക് പോകാൻ തയ്യാറാകും. പാകിസ്ഥാൻ ആർമി ബേസിലുണ്ടായിരുന്ന അബുദാരിക്കായിരുന്നു അഫ്രിയുടെ മുത്തച്ഛൻ. ലണ്ടനിൽ നിന്നും അഫ്രീൻ സ്വന്തം നാടായ പാകിസ്ഥാനിലെത്തുമ്പോഴാണ് അവളുടെ മുത്തച്ഛൻ അബുദാരിക്ക് മരിച്ചു പോയത് പോലും അറിയുക. സ്വന്തം വീട്ടുകാരുമായി പോലും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയായിരുന്നു അഫ്രീൻ ജീവിച്ചിരുന്നത്. മുത്തച്ഛൻ മരിച്ചതിനേക്കാളും അവൾക്ക് വേണ്ട പണവുമായി തിരികെ പോകാനാണ് അഫ്രീൻ തിടുക്കം കൂട്ടുക. തനിക്ക് അർജന്റായി 10 ലക്ഷം രൂപ വേണമെന്ന് അഫ്രീൻ അവരുടെ ഫാമിലി വക്കീലിനോട് പറയും. മരിക്കുന്നതിന് മുൻപ് അബുദാരിക്കിന്റെ ആഗ്രഹം അത് അഫ്രീൻ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ സ്വത്തിന് അഫ്രീൻ അവകാശമുണ്ടാകൂ എന്ന് അഫ്രീന്റെ മുത്തച്ഛൻ അബുദാരിക്ക് ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിരുന്നു. അല്ലാത്ത പക്ഷം എൻ്റെ സ്വത്തിൽ നിന്നും 1 രൂപ പോലും അവൾക്ക് എടുക്കാൻ അവകാശമില്ലെന്നും ആ എഗ്രിമെന്റിൽ വ്യക്തമായി എഴുതിയിരുന്നു. അവളുടെ മുത്തച്ഛന്റെ അവസാന ആഗ്രഹം എന്നത് സീതാ മഹാലക്ഷ്മി എന്നൊരാൾക്ക് 20 വർഷം മുൻപ് റാം എന്നൊരാൾ എഴുതിയ ലെറ്റർ എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു. സീതാ മഹാലക്ഷ്മി ഒരു ഇന്ത്യക്കാരിയാണ്. ഒരു ഇന്ത്യന് വേണ്ടി ഞാനിത് എന്തിനു ചെയ്യണം? മുത്തച്ഛന് എന്നു മുതലാണ് ഇന്ത്യക്കാരോട് സൗഹൃദമുണ്ടായത്? എന്തായാലും തനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്നും വളരെ ദേഷ്യത്തോടെ അവൾ പറയും. അവളുടെ വാക്കുകളിൽ ഇന്ത്യയോടുള്ള വെറുപ്പ് വ്യക്തമായി കാണിക്കും. ഇന്ത്യയിലേക്ക് പോകാനോ മുത്തച്ഛന്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാനോ അവൾ തയ്യാറാകാത്തതിനാൽ മുത്തച്ഛന്റെ സ്വത്തിൽ നിന്നും നയാ പൈസ നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് ഫാമിലി ലോയർ സ്ട്രിക്റ്റ് ആയി തന്നെ പറയും. വേറെ വഴിയില്ലാത്തതിനാൽ അഫ്രീൻ ആ ലെറ്ററുമായി മനസ്സില്ലാ മനസ്സോടെ ഇന്ത്യയിലേക്ക് എത്തും. ഇന്ത്യയിൽ അഫ്രീന് പരിചയക്കാരും തന്നെ ഇല്ല. പക്ഷെ ലണ്ടനിൽ അഫ്രീനൊപ്പം പഠിച്ച ബാലാജി എന്നൊരാൾ ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ടെന്ന് മനസ്സിലാക്കി അഫ്രീൻ അവിടെ എത്തി ബാലാജിയുടെ ഹെൽപ്പ് ചോദിക്കും. അങ്ങനെ ബാലാജിയും അഫ്രീനും സീതാ മഹാലക്ഷ്മിയെ അന്വേഷിക്കാൻ തുടങ്ങും. ഹൈദരാബാദിലെ നൂർജഹാൻ പാലസിൽ സീതാ മഹാലക്ഷ്മി ജോലി ചെയ്തിരുന്നു എന്നൊരു സൂചന മാത്രമാണ് അഫ്രീൻ അറിയാവുന്നത്. ആ പാലസ് ഇപ്പോൾ ഒരു കോളേജായിട്ടാണ് പ്രവർത്തിക്കുക. അഫ്രീനും ബാലാജിയും ആ പാലസിലെത്തി സീതാ മഹാലക്ഷ്മിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ പേരിൽ ആരും ഇതുവരെ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുക. എങ്കിലും സീതാ മഹാലക്ഷ്മിയെ കുറിച്ച് അറിയാനായി 20 വർഷം മുൻപ് മുതലുള്ള ആ പാലസിലെ എല്ലാ റെക്കോർഡുകളും അഫ്രീൻ ചെക്ക് ചെയ്യും. പക്ഷെ നിരാശയായിരുന്നു ഫലം.
10 ലക്ഷം രൂപയ്ക്കായി ഇത്രയധികം ബുദ്ധിമുട്ടേണ്ടി വന്നതോർത്ത് വളരെ ദേഷ്യത്തിലാകുന്ന ആഫ്രിൻ വക്കീലിന് കോൾ ചെയ്ത് സീതാ മഹാലക്ഷ്മി എന്നൊരാൾ ഇവിടെ ഇല്ലെന്നും ആ പേര് പറഞ്ഞ് ഇനി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ ചോദിച്ച പണം എനിക്ക് തരണമെന്നും പറയും. ഈ യുദ്ധത്തിൽ മരിച്ചുപോയ നിന്റെ മുത്തച്ഛന്റെ വിജയം നിന്റെ കയ്യിലാണ്. നിന്റെ മുത്തച്ഛന് വേണ്ടി അദ്ദേഹത്തിന്റെ അവസാനം ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണമെന്ന് ലോയർ പറയുന്നതിനാൽ മുത്തച്ഛന് വേണ്ടി സീതാ മഹാലക്ഷ്മിയെ കണ്ടെത്താൻ അഫ്രിൻ തീരുമാനിക്കും. ഈ കത്ത് തുറന്നു വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ ലഭിക്കുമെന്ന് വാലാജി പറയുമെങ്കിലും അഫ്രിൻ അത് തടയും. ഈ ലെറ്റർ തുറന്നു വായിക്കാനായിരുന്നെങ്കിൽ എൻ്റെ മുത്തച്ഛന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. സോ നമുക്കും ഈ ലെറ്റർ ഓപ്പൺ ചെയ്യേണ്ടെന്ന് അഫ്രിൻ പറയും. സീതാ മഹാലക്ഷ്മി ആരാണെന്നറിയണമെങ്കിൽ ഈ കത്ത് ആരാണ് എഴുതിയതെന്ന് അറിയണമെന്ന് അഫ്രിൻ പറയും. സീതാ മഹാലക്ഷ്മിക്ക് ആ കത്ത് എഴുതിയത് റാം എന്നൊരാളാണ്. റാമും സീതാ മഹാലക്ഷ്മിയും ഇന്ത്യക്കാരാണ്. ആ കത്തിനൊപ്പം റാമിന്റെ യൂണിഫോമിന്റെ ഭാഗവും ഉണ്ടായിരുന്നു. ഇത് കണ്ട് റാം ഒരു ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് അഫ്രിൻ ബാലാജിയോട് പറയും. സോ ആർമിയിലെത്തി റാമിനെ കുറിച്ച് അവർ അന്വേഷിക്കും. അവിടെ ആർക്കും റാമിനെ കുറിച്ച് അറിയില്ലാത്തതിനാൽ പഴയ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കാനുള്ള ഒരവസരം അഫ്രിന് അവർ നൽകും. ആ റെക്കോർഡ്സിൽ നിന്നും 20 വർഷം മുൻപുള്ള റാമിന്റെ ഒരു പിക്ചർ അവർക്ക് ലഭിക്കും. ആ പിക്ചർ അവിടുത്തെ ഓഫീസേഴ്സിനെ കാണിച്ച് ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്ന റാം, ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് അഫ്രിൻ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ അദ്ദേഹം ആർമിയിൽ ജോലി ചെയ്തിരുന്ന സമയം ആർമിയിലുണ്ടായിരുന്ന ഒരാളെ അറിയാമെന്ന് പറഞ്ഞ് അവർ അയാളുടെ ഡീറ്റെയിൽസ് അഫ്രിന് നൽകും. സോ അഫ്രിൻ ഉടനെ ബാലാജിയും കൂട്ടി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനെത്തി റാമിനെ കുറിച്ച് തിരക്കും. റാമിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ അയാൾ ഇമോഷണൽ ആകും. അതിനുശേഷം അയാൾ റാമിനെ കുറിച്ച് പറയാൻ ആരംഭിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് 1965 നടന്നതൊക്കെ കാണിക്കും. ആർമി ടീമിലുള്ളവർക്കുള്ള ഫുഡ്സ് ഒക്കെ 4 ദിവസമായി ഡിലേ ആണ്. സോ ഈ കാര്യം ആർമിയിലുള്ളവർ അവരുടെ ഹെഡിനെ അറിയിക്കും. ആ ആർമി ടീമിലാണ് നമ്മുടെ ഹീറോ റാം ഉള്ളത്. ആ ടീമിന്റെ ഹെഡ് വിഷ്ണു ശർമ്മ എന്നൊരാളാണ്. അവർ ജമ്മു കാശ്മീരിൽ നിറയെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലത്താണുള്ളത്. ആരെങ്കിലും അതിർത്തി കടന്ന് അകത്ത് കടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നത് ഹീറോ ആയ റാമാണ്. കുറച്ച് ആളുകൾ അവരുടെ ടെന്റിനടുത്തേക്ക് വരുന്നത് കണ്ട് ഹീറോ ഇതുടനെ അവരുടെ ഹെഡിനെ അറിയിക്കും. അത് തീവ്രവാദികളാണെന്ന് കരുതി വിഷ്ണു ശർമ്മ അവരെ ഷൂട്ട് ചെയ്യാൻ ഹീറോയോട് പറയും. പക്ഷെ അവർ കാശ്മീരികൾ തന്നെയാണെന്ന് അവർ പ്രൂവ് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ അകത്ത് കയറും. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഹെഡായ അൻസാരി കാശ്മീരിൽ കലഹമുണ്ടാക്കാൻ അടുത്ത പ്ലാൻ തയ്യാറാക്കും. കാശ്മീരിലേക്ക് പാകിസ്ഥാനിൽ നിന്നും യുവാക്കളെ അയക്കും. അവർ കാശ്മീരികൾ എന്ന പേരിൽ അവിടെ സ്ഥിര താമസമാക്കും. പാകിസ്ഥാനിൽ നിന്നും യുവാക്കൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ ആർമി അറിയണമെന്നും അതിന്റെ പേരിൽ കലാപം നടക്കണമെന്നും അൻസാരി പറയുകയും ഈ കാര്യം ദൂതന്മാരിലൂടെ ഇന്ത്യയിൽ അറിയിക്കുകയും ചെയ്യും. പാകിസ്ഥാനിൽ നിന്നെത്തിയ യുവാക്കളുടെ ഫോട്ടോ ഇന്ത്യൻ ആർമിക്ക് ലഭിക്കും. ഈ യുവാക്കളെ എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് ആർമി ഹെഡ് എല്ലാവർക്കും ഓർഡർ നൽകും. ആ യുവാക്കൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്താണ് കാശ്മീരിൽ ജീവിക്കുക. പക്ഷെ ഇന്ത്യൻ ആർമി ഇവരെയെല്ലാം കണ്ടെത്തി ഷൂട്ട് ചെയ്ത് കൊല്ലും. ഈ മരിച്ചവരെല്ലാം മുസ്ലിംസ് ആയതിനാൽ കാശ്മീരിലെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യൻ ആർമിക്ക് എതിരാകും. ആ മരിച്ച യുവാക്കൾ പാകിസ്ഥാനികളായിരുന്നെന്ന് അവർക്കറിയില്ല. അൻസാരി ആളുകളെ വെച്ച് കാശ്മീരിലെ മുസ്ലിങ്ങളെയെല്ലാം ഹിന്ദുക്കൾക്ക് എതിരാക്കുകയും അക്രമം പൊട്ടിപ്പുറപ്പെടുവിക്കുകയും ചെയ്യും. മുസ്ലിംസിലെ എല്ലാവരും അക്രമങ്ങൾക്ക് മുൻകൈയെടുക്കില്ല. ഒരു ഗ്രൂപ്പിലുള്ളവർ മാത്രമാണ് ഹിന്ദുക്കളെ ആക്രമിക്കുക. അവർ ആളുകളെ ആക്രമിക്കുന്നതിനാൽ റാമും മറ്റ് ആർമി ഓഫീസേഴ്സും കൂടി ബാക്കിയുള്ള കാശ്മീരികളെ ഒരു വലിയ വീടിനുള്ളിൽ ഒളിപ്പിക്കും. പക്ഷെ അവരെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി ആക്രമികൾ ആ വീട് മുഴുവനായും കത്തിച്ചു കളയാൻ ശ്രമിക്കും. റാം അവിടെ അകപ്പെട്ടവരെയെല്ലാം രക്ഷിക്കാൻ ട്രൈ ചെയ്യും. ഇതെല്ലാം അൻസാരിയുടെ കളികളാണ്, നിങ്ങൾ അൻസാരി പറയുന്നത് വിശ്വസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് റാം അക്രമികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവർ റാമിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ അൻസാരിക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത ആ ഗ്രൂപ്പിൽ ആളായി നിൽക്കുന്ന ഒരാളെ റാം കാണുക. റാം അയാളെ അടിച്ച് അവശനാക്കി അൻസാരിയുടെ പ്ലാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയാൻ പറയും. അൻസാരിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന സത്യം അയാൾ എല്ലാവരോടും പറയും. ഇത് കേട്ട് തങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലാക്കുന്ന അവർ റാമിനോട് മാപ്പ് ചോദിക്കുകയും വീടിനുള്ളിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു വലിയ കലാപം തന്നെയാണ് റാം മുളയിലെ നുള്ളിയത്. ഇത് വലിയ വാർത്തയായി റാമിന്റെ ഫോട്ടോ സഹിതം ന്യൂസ് പേപ്പേഴ്സിൽ വരും. സോ ഒരു ചാനലിൽ നിന്നും ഒരു ലേഡി ആർമി ഓഫീസേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തും. സ്വന്തം രക്തബന്ധങ്ങളെ പിരിഞ്ഞ് സ്വന്തം വീടും മറന്ന് കഷ്ടപ്പെടുന്ന ആർമി അവരുടെ ദുഃഖങ്ങളൊക്കെ ആ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തും. ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡി റാമിനോടും അവന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മിസ് ചെയ്യാനോ സ്നേഹിക്കാനോ ആരും തന്നെയില്ല, കാരണം ഞാനൊരു അനാഥനാണെന്ന് റാം അവരോട് പറയും.
ഇത് കേട്ട് ആ ലേഡിയും ഫീൽ ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് ആ ലേഡി ഒരു പ്രോഗ്രാമിൽ റാമിനെ കുറിച്ച് സംസാരിക്കും. ആർമി ഓഫീസേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് റാമിനെ പരിചയപ്പെടുന്നത്. സ്വന്തം ബന്ധങ്ങളൊന്നുമില്ലാതെ ഒരു അനാഥനാണ് അവനെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഫീൽ ചെയ്തു. അവനൊരു അമ്മയായി ഞാനുണ്ട്. ഒരമ്മയെന്ന നിലയിൽ ഞാൻ ഇന്നവന് ഒരു ലെറ്റർ എഴുതിയെന്നും അവർ ആ പ്രോഗ്രാമിൽ പറയും. നിങ്ങളും അവന്റെ സ്വന്തമാണ് എന്ന രീതിയിൽ ആരും കത്തുകൾ എഴുതാനില്ലാത്ത അവന് കത്തെഴുതണമെന്നും അവർ പറയും. നെക്സ്റ്റ് ഡേ മുതൽ റാമിന് നിറയെ കത്തുകൾ വരാൻ തുടങ്ങും. അനുജത്തിയെന്നും സഹോദരനെന്നും അമ്മയെന്നും ഒക്കെ പറഞ്ഞ് ഹീറോയ്ക്ക് നിറയെ കത്തുകൾ എത്തും. ഇതൊക്കെ വായിച്ച് റാം വളരെ ഹാപ്പിയാകും. നിങ്ങൾ എൻ്റെ ചേട്ടനാണെന്നും ഒരു സഹോദരൻ എന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും അടുത്ത ലീവിന് എൻ്റെ വീട്ടിൽ വരണമെന്നും പറഞ്ഞ് കസ്തൂരി എന്ന പേരിൽ ഹീറോയ്ക്ക് ഒരു ലെറ്റർ വരും. ഈ കത്തുകൾക്കെല്ലാം ഹീറോ മറുപടിയും അയക്കും. നെക്സ്റ്റ് ഡേയും ഹീറോയ്ക്ക് നിറയെ കത്തുകളെത്തും. വളരെ സന്തോഷത്തോടെ ഹീറോ കത്തുകൾ തുറന്നു വായിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ വന്ന ലെറ്ററിൽ നിന്നും ഒരു ലെറ്റർ റാം കാണാതെ കിടന്നത് കയ്യിൽ കിട്ടുന്നത്. ആ ലെറ്റർ എടുത്ത് ഹീറോ വായിക്കാൻ തുടങ്ങും. സീതാ മഹാലക്ഷ്മി എന്നൊരാളുടെ പേരിലായിരുന്നു ആ ലെറ്റർ. റാമിന്റെ ഭാര്യ എന്ന രീതിയിലായിരുന്നു സീത ആ കത്തുകൾ എഴുതിയിരുന്നത്. ഭാര്യയായ ഞാനുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ആരുമില്ലെന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്നത്? അടുത്ത ലീവിന് നീ നാട്ടിലേക്ക് വരുന്നതിനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു ആ ലെറ്ററിൽ. വളരെ സന്തോഷത്തോടെ റാം സീതയുടെ ലെറ്ററുകളെല്ലാം തുറന്നു വായിക്കും. റിപ്ലൈ എഴുതാൻ ആ ലെറ്റർ ഫ്രം അഡ്രസ് പോലും ഇല്ലാതെയായിരുന്നു സീതയുടെ ലെറ്റർ എത്തുക. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു സോങ്ങിലൂടെ സീതയുടെ ലെറ്ററുകൾ വരുന്നതും റാം വളരെ ഫീലോടെ അതൊക്കെ വായിക്കുന്നതും കാണിക്കും. കാണാമറയത്തുള്ള സീതയെ നേരിൽ കാണണമെന്ന് റാമിന് അതിയായ ആഗ്രഹമുണ്ടാകും. ആ ലെറ്ററുകൾക്കെല്ലാം റാം മറുപടി കത്തെഴുതും. പക്ഷെ സീതയുടെ അഡ്രസ് ഇല്ലാത്തതിനാൽ അതെല്ലാം റാം സൂക്ഷിച്ചു വെക്കും. അടുത്ത ലെറ്ററിൽ നിന്നും റാമിന് സീതയെക്കുറിച്ചൊരു ലീഡ് ലഭിക്കും. ഈ മാസം ഹൈദരാബാദിൽ നടക്കുന്ന മാജി ഫംഗ്ഷനിൽ കൂട്ടിക്കൊണ്ട് പോകണമെന്നും നിനക്ക് ലീവ് ലഭിച്ചില്ലെങ്കിൽ ഞാൻ തനിയെ മാജി ഫംഗ്ഷന് വേണ്ടി പോകേണ്ടി വരുമെന്നും സീത ലെറ്ററിൽ എഴുതിയിരുന്നു. ഇതിലൂടെ സീത ഈ മാസം ഹൈദരാബാദിൽ നടക്കുന്ന മാജി ഫംഗ്ഷന് എത്തുമെന്ന് മനസ്സിലാക്കി റാം ഒരു മാസത്തെ ലീവ് എടുത്ത് അവന്റെ ഫ്രണ്ടുമായി സീതയെ കാണാനായി ഹൈദരാബാദിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറും. ജനറൽ കമ്പാർട്ട്മെന്റ് മുഴുവനും റാം സീതയ്ക്കായി തിരച്ചിൽ നടത്തുമെങ്കിലും കണ്ടെത്താനാകില്ല. അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിൽ റാം സീതാ മഹാലക്ഷ്മിയെ കണ്ടെത്തും. അവൾ അയച്ച കത്തുകൾക്കുള്ള മറുപടിയായി റാം എഴുതിയ കത്തുകളൊക്കെ അവിടെ വെച്ച് റാം അവൾക്ക് കൊടുക്കും. ഈ കത്തുകളെല്ലാം വായിച്ച് ഈ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് റിപ്ലൈ തരണമെന്നും റാം പറയും. പക്ഷെ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ആ ട്രെയിൻ പകുതി മദ്രാസിലേക്കും പകുതി ഹൈദരാബാദിലേക്കും പോകുന്നതായിരുന്നു. സീതയും റാം രണ്ട് കമ്പാർട്ട്മെന്റിലായതിനാൽ റാം മദ്രാസിലേക്കും സീത ഹൈദരാബാദിലുമാണ് എത്തിച്ചേരുക. സീതയ്ക്ക് റാം കൊടുത്ത ഒരു ലെറ്ററിൽ റാം താമസിക്കുന്നത് ഒരു ഫ്രണ്ടിന്റെ ഒപ്പമാണെന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിന്റെ അഡ്രസ്സും ലാൻഡ് ലൈൻ നമ്പറും എഴുതിയിരുന്നു. ആ അഡ്രസ്സ് കണ്ടെത്തി സീതാ മഹാലക്ഷ്മി റാമിനെ കാണാനെത്തും. ആ കത്തയച്ചതിന്റെ പേരിൽ നീ എന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരം എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്നും ഇനി എന്നെ കാണാൻ ശ്രമിക്കരുതെന്നും സീത റാമിനോട് പറയും. അവൾ നടന്നുകൊണ്ട് റാമിനോട് സംസാരിക്കുമ്പോൾ റാം അവളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് സീത അത് തടയും. പക്ഷെ അതിനു മുൻപ് തന്നെ റാം അവളുടെ മനോഹരമായ ഒരു ഫോട്ടോ എടുക്കും. സീതയുടെ അഡ്രസ്സ് റാം ചോദിക്കുമെങ്കിലും സീത അതിനൊന്നും മറുപടി നൽകാതെ അവിടെ നിന്നും പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈമാണ് കാണിക്കുക. റാമിന്റെ ഫ്രണ്ട് റാമിനെ കുറിച്ച് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഞങ്ങൾക്ക് വാക്യം അറിയണം, അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ആകാംക്ഷയോടെ ആ ഫ്രണ്ട് ചോദിക്കും. റാമിന്റെ ജീവിതത്തിൽ നടന്ന ഇത്രയും കാര്യങ്ങളെ എനിക്കറിയൂ. എൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ റാമിൻ്റെ അടുത്തു നിന്നും എൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോന്നെന്നും അയാൾ പറയും. റാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും അറിയണമെങ്കിൽ റാം ലീവ് എടുത്ത് ഹൈദരാബാദിൽ ഒപ്പം താമസിച്ചിരുന്ന ഫ്രണ്ടിന്റെ അഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് നാടകക്കാരനായ റാമിന്റെ ഒരു ഫ്രണ്ടിന്റെ അഡ്രസ്സ് അവർക്ക് നൽകും. അതുകൂടാതെ ആർമിയിലെ അവരുടെ ക്യാപ്റ്റനായിരുന്ന വിഷ്ണു ശർമ്മയുടെ ഓഫീസ് നമ്പറും ആ ഫ്രണ്ട് അഫ്രിന് നൽകും. അവിടെ സീൻ കട്ട് ചെയ്ത് വിഷ്ണുവിനെ കാണിക്കും. ആർമിയിൽ നിന്നും വിഷ്ണു ശർമ്മ വിരമിക്കുന്നതിന്റെ ഭാഗമായി അയാളുടെ തിങ്സ് ഒക്കെ എടുത്ത് വെക്കുമ്പോഴാണ് അയാൾക്കൊപ്പം റാം നിൽക്കുന്ന ഒരു ഫോട്ടോ വിഷ്ണു ശർമ്മ കാണുക. ഇത് കണ്ട ഉടനെ വിഷ്ണു ശർമ്മ ലൈറ്റായി ഫീൽ ചെയ്യും. ഈ സമയം അഫ്രിൻ ഫ്രണ്ട് നൽകിയ നമ്പറിൽ വിഷ്ണു ശർമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. വിഷ്ണുവിൻ്റെ ഓഫീസിലെ മറ്റൊരാളാണ് കോൾ അറ്റൻഡ് ചെയ്യുക. അയാൾ വിഷ്ണു ശർമ്മയ്ക്ക് കോൾ കൈമാറാൻ ശ്രമിക്കുമ്പോൾ അഫ്രിന് ഹൈദരാബാദിലേക്കുള്ള ബസ് വരികയും ഉടനെ കോൾ കട്ട് ചെയ്ത് അഫ്രിൻ ആ ബസ്സിൽ കയറുകയും ചെയ്യും. റാമിനെ കുറിച്ച് അറിയാനായി അഫ്രിൻ
എന്നൊരു പെൺകുട്ടി സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെന്ന് അഫ്രിന്റെ കോൾ അറ്റൻഡ് ചെയ്തയാൾ വിഷ്ണു ശർമ്മയോട് പറയും. ഇത് കേട്ട് വിഷ്ണു ശർമ്മ വളരെ ടെൻഷനായി തനിക്ക് കോൾ ചെയ്തത് ആരാണെന്ന് എനിക്ക് ഉടനെ അറിയണമെന്ന് പറയും. സോ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ഓർഡർ ഇടും. അവിടെ സീൻ കട്ട് ചെയ്ത് അഫ്രിനും ബാലാജിയും റാമിന്റെ ഹൈദരാബാദിലുള്ള ഫ്രണ്ടിന്റെ വീട്ടിലെത്തി റാമിനെ കുറിച്ച് ചോദിക്കും. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ റാമിന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ കാണിക്കും. സീതാ മഹാലക്ഷ്മി അവിടെ നിന്നും പോയതിനു ശേഷം അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ റാമിന് അറിയാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണമെന്ന് റാം ആഗ്രഹിക്കും. ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന റാം അതിൽ സീത പറഞ്ഞ മാജിക് ഷോയെ കുറിച്ച് കാണും. ഉറപ്പായും സീത ആ മാജിക് ഷോ കാണാനെത്തുമെന്ന് ഉറപ്പുള്ള റാം ഫ്രണ്ടുമായി ആ മാജിക് ഷോ നടക്കുന്നിടത്തെത്തും. ഒരു മാജിക്കിനായി സീതയെ സ്റ്റേജിലേക്ക് മജീഷ്യൻ വിളിപ്പിക്കും. ഈ സമയം റാം സീതയുടെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യും. സീത നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അവളുടെ ഫ്രണ്ട് റാമിനോട് പറയും. ഒരാളുകൂടി ഓഡിയൻസിൽ നിന്നും സ്റ്റേജിലേക്ക് വരണമെന്ന് മജീഷ്യൻ പറയുമ്പോൾ കിട്ടിയ അവസരം പാഴാക്കാതെ റാം സ്റ്റേജിലേക്ക് കയറി ചെല്ലും. സീതയുടെ തലയിൽ നിന്നും ഒരു റോസാപ്പൂ എടുത്ത് മജീഷ്യൻ അതൊരു ചില്ല് ഭരണിയിൽ ഇട്ട് വയ്ക്കും. കുറച്ചു നേരത്തിനു ശേഷം ആ റോസാപ്പൂ കുറെ ചിത്രശലഭങ്ങളായി മാറും. മാജിക് ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന സീതയുടെ പുറകെ റാം എത്തും. നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? ഇതൊക്കെ എൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് സീത പറയും. പക്ഷെ അതൊക്കെ ഞാൻ മാനേജ് ചെയ്യുമെന്ന് റാം വളരെ കൂളായി പറയും. സീത നൂർജഹാൻ പാലസിലെ പ്രിൻസസിന്റെ ഡാൻസ് ടീച്ചറാണെന്നും നൂർജഹാൻ പാലസിലാണ് അവൾ താമസിക്കുന്നതും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് സീതയുടെ ഫ്രണ്ട് റാമിനോട് പറഞ്ഞിരുന്നു. സോ സീതയുടെ അഡ്രസ്സ് കിട്ടിയ റാം സീതയുടെ നാട്ടിലെത്തുകയും അവളെ മീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലെത്തും. റാമിനൊപ്പം സീത ആ നാട് മുഴുവൻ ചുറ്റി നടക്കാൻ തുടങ്ങും. അങ്ങനെ എന്നത്തെയും പോലെ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. മഴ നനയാതിരിക്കാൻ അവർ അവിടെ അടുത്ത് കാണുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും. നിങ്ങൾ ആരാണെന്ന് ആ വീട്ടിലെ പ്രായമായ ലേഡി ചോദിക്കുമ്പോൾ ഞങ്ങൾ ലവേഴ്സ് ആണെന്നും ഒരാഴ്ചക്കകം കല്യാണം കഴിക്കാൻ പോകുകയാണെന്നും റാം പറയും. ആ ലേഡിയുടെ കൊച്ചുമകൾ രണ്ടുപേരെയും സന്തോഷത്തോടെ വീടിനകത്ത് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ്. നിങ്ങൾ ആദ്യമായി എപ്പോഴാണ് കണ്ടതെന്നും ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ആദ്യമായി സീത റാമിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയാൻ തുടങ്ങും. കാശ്മീരിൽ നടന്ന ഒരു ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ സീതാ മഹാലക്ഷ്മി കാശ്മീരിലെത്തും. സീത കാശ്മീരിലെത്തുന്ന സമയത്തായിരുന്നു മുസ്ലിമും ഹിന്ദുക്കളും തമ്മിലുള്ള കലാപം നടന്നിരുന്നത്. റാം എല്ലാവരെയും രക്ഷിക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്താണ് കുറച്ച് മുസ്ലിംസ് സീതയെ അറ്റാക്ക് ചെയ്യാൻ ഫോളോ ചെയ്യുക. ഒരു പെൺകുട്ടിയെ അവർ ഫോളോ ചെയ്യുന്നത് കാണുന്ന റാം അവളെ രക്ഷിക്കാൻ ശ്രമിക്കും. ഇതിന്റെ ഭാര്യ സീതയാണെന്ന് റാം അക്രമികളോട് പറയുമെങ്കിലും അവൾ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അവർ പിന്മാറാൻ തയ്യാറാകാതെ അവളെ ആക്രമിക്കാൻ തുടങ്ങും. പക്ഷെ തീവ്രവാദികളെയൊക്കെ അടിച്ചോടിച്ച് റാം സീതയെ രക്ഷിക്കും. സീത അവളുടെ മുഖം ഒരു തുണി കൊണ്ട് കവർ ചെയ്തിരുന്നതിനാൽ അപ്പോഴൊന്നും റാം അവളുടെ ഫേസ് കണ്ടിരുന്നില്ല. തന്നെ രക്ഷിച്ച റാമിനോട് സീതയ്ക്ക് ഒരിഷ്ടമൊക്കെ തോന്നും. പിന്നീട് റേഡിയോയിലൂടെ റാമിന്റെ അഡ്രസ്സ് കിട്ടുന്ന സീത അന്നു മുതലാണ് റാമിന് കത്തെഴുതാൻ തുടങ്ങിയത്. സീത ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് റാമും കേൾക്കും. അന്ന് താൻ രക്ഷിച്ച പെൺകുട്ടി സീതയായിരുന്നെന്ന് റാമിന് ഇപ്പോഴാണ് മനസ്സിലാക്കുക. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേയും സീതയെ മീറ്റ് ചെയ്യാൻ നൂർജഹാൻ പാലസിലേക്ക് തന്നെ പോകാൻ റാം തീരുമാനിക്കും. അതിനായി ആ പാലസിൽ ജോലി ചെയ്യുന്ന സുബ്രഹ്മണ്യൻ എന്നൊരാളെ ചാക്കിലാക്കി റാമും ഫ്രണ്ടും നൂർജഹാൻ പാലസിനുള്ളിൽ കയറിക്കൂടും. പാലസിനുള്ളിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന സീതയെ റാം കാണുകയും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ റാമിനെ പാലസിനുള്ളിൽ കാണുന്ന സീത വളരെ ടെൻസ്ഡ് ആകും. നീ അവിടെ വരരുതായിരുന്നെന്ന് സീത പറയുമ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കും. നിന്നെ ഒരു രാജകുമാരിയെ പോലെ ഞാൻ നോക്കും. നിനക്ക് സമ്മതമാണോ എന്ന് റാം ചോദിക്കുമ്പോൾ അതൊരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് സീത അകത്തേക്ക് ഓടിപ്പോകും. സീതയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്ന റാം വളരെ ഷോക്ഡ് ആകും. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റ് ടൈം കാണിക്കും. ഇങ്ങനൊരാളെ എന്തിനാണ് സീത അവോയ്ഡ് ചെയ്യുന്നതെന്ന് ബാലാജി റാമിന്റെ ഫ്രണ്ടിനോട് ചോദിക്കും. ഇതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അഫ്രിൻ ചോദിക്കുമ്പോൾ അതിനുശേഷം ഉണ്ടായതൊന്നും തനിക്ക് അറിയില്ലെന്നും അതിനുശേഷം 20 വർഷമായിട്ട് ഇന്ന് വരെയും റാമിനെ താൻ കണ്ടിട്ടില്ലെന്നും അയാൾ പറയും. സീതാ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഫോട്ടോ ഞാൻ തരാമെന്ന് പറഞ്ഞ് അയാൾ റാം എടുത്ത സീതയുടെ ഫോട്ടോ അഫ്രിന് കൊടുക്കും. പാലസിലെത്തി സുബ്രഹ്മണ്യത്തിനെ ഫോട്ടോ കാണിച്ച് സീതയെക്കുറിച്ച് തിരക്കാമെന്ന് പറഞ്ഞ് അഫ്രിനും ബാലാജിയും വീണ്ടും നൂർജഹാൻ പാലസിലെത്തും. വളരെ ആകാംക്ഷയോടെ പാലസിലേക്ക് കയറി വരുന്ന അഫ്രിൻ ചുവരിലുള്ള നൂർജഹാൻ പ്രിൻസസിന്റെ ഫോട്ടോ കണ്ട് ഷോക്ക്ഡാകും.
കാരണം അത് സീതാ മഹാലക്ഷ്മിയുടെ ഫോട്ടോയാണ്. അപ്പോൾ നൂർജഹാൻ പ്രിൻസസ് ആണ് സീതാ മഹാലക്ഷ്മി എന്ന് അഫ്രിന് മനസ്സിലാകും. ഇത് അഫ്രിനും ബാലാജിക്കും വളരെ ഷോക്കിഡ് ന്യൂസ് ആയിരുന്നു. എങ്കിലും നൂർജഹാൻ എന്ന ആ രാജകുമാരി എന്തിനാണ് ഒരു കോമൺ ആർമിമാനെ ലവ് ചെയ്തതെന്നൊരു സംശയം അഫ്രിനുണ്ടാകും. അതാണ് ട്രൂ ലവ് എന്ന് ബാലാജി പറയുമ്പോൾ അതൊന്നുമല്ല, സീത നൂർജഹാൻ പ്രിൻസസ് ആണെന്ന് മനസ്സിലാക്കിയാണ് റാം പുറകെ നടന്നതെന്നും അഫ്രിൻ പറയും. പക്ഷെ റാമിന് സീത പ്രിൻസസ് ആയിരുന്നെന്ന് അറിയില്ലല്ലോ എന്ന് ബാലാജി പറയുമ്പോൾ അഫ്രിൻ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. റാം പ്രപ്പോസ് ചെയ്തതിൽ സീത വളരെ ഹാപ്പിയാകും. അവൾക്ക് തോഴിമാരായി മറ്റു സ്ത്രീകളുമുണ്ട്. സീത നൂർജഹാൻ പ്രിൻസസ് ആണെന്ന് കാണിക്കും. പ്രിൻസസ് എന്നൊരു ലേവലില്ലാതെ എല്ലാവരോടും വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടുമാണ് സീത ബിഹേവ് ചെയ്യാറ്. സീത തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിൽ ടെൻഷനായി റാം ഫ്രണ്ടിന് കോൾ ചെയ്ത് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു പെണ്ണിനോട് നീ ഡയറക്റ്റായി ഇഷ്ടം പറഞ്ഞാൽ മാത്രം പോരാ, അവൾക്ക് ഒരു കുറവും വരാതെ നോക്കാനുള്ള പണവും നിന്റെ കയ്യിലുണ്ടോ എന്ന് അവൾ അന്വേഷിക്കും. സോ നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ടെന്നും നിന്റെ സേവിങ്സിനെ കുറിച്ചും ഡീറ്റെയിൽസായി നീ സീതയോട് പറയണം. അപ്പോൾ അവളും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഫ്രണ്ട് റാമിന് അഡ്വൈസ് നൽകും. ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് സീതയെ ഇംപ്രസ് ചെയ്യാൻ റാം തീരുമാനിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് സീത അവൾക്കും റാമിന് ഇഷ്ടമാണെന്ന് അവളുടെ ഫ്രണ്ടിനോട് പറയുമ്പോൾ, ഈ ബന്ധം നിന്റെ ചേട്ടൻ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. സോ നീ രാജ്ഞിയാണെന്ന് റാമിനെ അറിയിച്ച് ഈ ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഫ്രണ്ട് സീതയോട് പറയും. പക്ഷെ റാമിനെ വേണ്ടെന്ന് വയ്ക്കാൻ സീതയ്ക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഈ സമയം ഒമാനിൽ നടക്കുന്ന വലിയൊരു കലഹത്തിന്റെ ഭാഗമായി പല ഇൻഡസ്ട്രീസും പൂട്ടേണ്ടതായി വരും. അത് ഇന്ത്യൻ രാജകുടുംബത്തെയും ബാധിക്കും. അതെല്ലാം പരിഹരിക്കാനായി സീതയുടെ ചേട്ടൻ ഒമാൻ രാജകുടുംബത്തിലേക്ക് സീതയുടെ ഒരു മാരേജ് പ്രപ്പോസൽ അയക്കും. ഈ കാര്യം അറിയുന്ന സീതയ്ക്ക് അത് വലിയ ദുഃഖമുണ്ടാക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ അഫ്രിൻ നേരെ സീതയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനെത്തും. അവർ ഒരു കോളേജ് പ്രൊഫസറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുക. അവർ കോളേജിലേക്ക് പോകുന്ന വഴി അഫ്രിനുമായി സംസാരിക്കും. റാമും സീതയും തമ്മിൽ പിരിഞ്ഞോ എന്ന് അഫ്രിൻ സീതയുടെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ, ആര് പറഞ്ഞു അവർ പിരിഞ്ഞെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നടന്ന കാര്യങ്ങൾ അവർ അഫ്രിനോടും ബാലാജിയോടും പറയാൻ തുടങ്ങും. സീതയോട് സംസാരിക്കാനായി റാം പാലസിലെത്തും. ഈ തവണ റാമിനോട് എല്ലാം തുറന്നു പറഞ്ഞ് ഈ ബന്ധം വേണ്ടെന്ന് വെക്കണമെന്ന് ഫ്രണ്ട് സീതയോട് പറയും. റാം സീതയോട് അവൻ്റെ ജോലിക്ക് ഇത്ര രൂപ സാലറി ഉണ്ടെന്നും എൻ്റെ അക്കൗണ്ടിൽ 12,000 രൂപ സേവിങ്സും ഉണ്ടെന്നും പറയും. ആ പണം കൊണ്ട് നമുക്ക് നല്ലൊരു വീട് മേടിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്നും റാം പറയും. ഇനിയും എന്നെ അവോയ്ഡ് ചെയ്യരുത്, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം, ബിക്കോസ് ഞാനൊരു ആർമിമാനാണെന്ന് പ്രൗഡോടെ റാം പറയും. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല സീതയുടെ പ്രശ്നം. അവളൊരു പ്രിൻസസ് ആണ്. ഈ കാര്യം റാം അറിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുമോ എന്ന് സീത ഭയപ്പെട്ടിരുന്നു. റാമിന്റെ ലീവ് തീരാറായതിനാൽ സഹോദരി എന്ന പേരിൽ തനിക്ക് മെസ്സേജ് അയച്ചിരുന്ന രാധികയെ മീറ്റ് ചെയ്തതിനു ശേഷം ആർമി ബേസിലേക്ക് തിരിച്ചു പോകാൻ റാം തീരുമാനിക്കും. റാമിന് രാധികയെ കാണാൻ സീതയും പോകും. പ്രോസ്റ്റിറ്റ്യൂട്ടുകൾക്കിടയിൽ അകപ്പെട്ടിരുന്ന രാധികയെയും മറ്റ് സ്ത്രീകളെയും റാം അവിടെ നിന്നും രക്ഷിക്കും. അവരെ രക്ഷിക്കാനും അവർക്ക് പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുമായി റാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് മുഴുവനായും ചെലവഴിക്കും. എനിക്കിനി സേവിങ്സായി ഒന്നുമില്ല, എങ്കിലും നിന്നെ മഹാറാണിയെപ്പോലെ ഞാൻ നോക്കുമെന്ന് റാം പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് സീനയുടെ മാരേജ് പ്രപ്പോസലിന് ഒമാനിൽ നിന്നും ദൂതന്മാർ റിപ്ലൈയുമായി എത്തും. ഒമാൻ രാജകുമാരന് സീതയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നായിരുന്നു അവരുടെ മറുപടി. ഇത് കേട്ട് സീതയ്ക്കത് സഹിക്കാനാവില്ല. റാമിനെ കുറിച്ചോർത്ത് സീത ഓരോ നിമിഷവും വേദനിക്കും. റാമിനെ വിട്ടുപിരിയാൻ കഴിയാത്ത രീതിയിൽ സീത അവനെ സ്നേഹിച്ചിരുന്നു. പ്രിൻസസ് നൂർജഹാൻ ഒരു കോമൺ മാനുമായി പ്രണയത്തിലാണെന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് വിവരം ലഭിക്കുകയും സീതയെ പിന്തുടർന്ന് അയാൾ റാമിൻ്റെയും സീതയുടെയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. പ്രിൻസസ് നൂർജഹാൻ ഒരു കോമൺ മാനുമായി പ്രണയത്തിലാണെന്ന ന്യൂസോടുകൂടി സീതയുടെയും റാമിൻ്റെയും ഫോട്ടോ സഹിതം ആ റിപ്പോർട്ടർ അതൊരു ന്യൂസാക്കും. ഈ ന്യൂസ് ഒമാനിൽ നിന്നും വന്ന ദൂതന്മാർ അറിയുകയും ഇതിൻ്റെ സത്യാവസ്ഥ പ്രിൻസസ് നൂർജഹാൻ്റെ വായിൽ നിന്നും അറിയണമെന്ന് പറഞ്ഞ് ദൂതന്മാർ നൂർജഹാൻ പാലസിലെത്തും. സീതയുടെ ബ്രദർ ഇത് സത്യമല്ല, ഗോസിപ്പ് മാത്രമാണെന്ന് പറയുമ്പോൾ ഇത് സത്യമാണെന്നും ഞാൻ ആർമി ഓഫീസറായ റാമുമായി പ്രണയത്തിലാണെന്നും സീത തുറന്നു പറയും. ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് റാമിനൊപ്പം പോകുകയാണെന്ന് പറഞ്ഞ് സീത കാശ്മീരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും.
അവളുടെ സഹോദരൻ അവളെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവരാരും പറയുന്നത് കേൾക്കാതെ എല്ലാം ഉപേക്ഷിച്ച് സീത കാശ്മീരിലെത്തും. രാമും സീതയെ ഓർത്ത് വളരെ ഫീൽ ചെയ്ത് നിൽക്കുമ്പോഴാണ് സീത അവന്റെ മുന്നിലെത്തുക. രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം സീത റാമിനൊപ്പം അവിടെ ജീവിക്കാൻ തുടങ്ങും. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഈ ലെറ്ററിന്റെ ആവശ്യകത എന്താണെന്ന് ബാലാജി സീതയുടെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളെന്ന് ഫ്രണ്ട് അവരോട് പറയും. സീത ഇപ്പോൾ ലണ്ടനിലുണ്ട്. പക്ഷെ റാം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ലെന്നും റാമിനെ ഒരു രാജ്യദ്രോഹിയായി നാട് മുദ്രകുത്തിയിരിക്കുകയാണെന്നും സീതയുടെ ഫ്രണ്ട് അവരോട് പറയും. ആ ഫ്രണ്ട് സീതയ്ക്ക് കോൾ ചെയ്യുമ്പോൾ രാധികയാണ് കോൾ അറ്റൻഡ് ചെയ്യുക. സീത ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യും. അഫ്രിന്റെ നീക്കങ്ങൾ നോട്ടീസ് ചെയ്തിരുന്ന വിഷ്ണു ശർമ്മ അവരുടെ കോൾ ട്രാക്ക് ചെയ്ത് അഫ്രിൻ നാളെ ലണ്ടനിൽ എത്തുമെന്ന് മനസ്സിലാക്കി അവളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അഫ്രിനും ബാലാജിയും ലണ്ടനിൽ എത്തുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ അഫ്രിനെ വിഷ്ണു ശർമ്മയുടെ ആളുകൾ അറസ്റ്റ് ചെയ്യും. അഫ്രിനെ ഒരു ചെയറിലിരുത്തി വിഷ്ണു ശർമ്മ മറ്റുള്ളവരെ റൂമിന് പുറത്താക്കും. റാം എന്റെ ആരുമല്ലെന്നും അയാൾ ഒരു രാജ്യദ്രോഹിയാണെന്നാണ് എല്ലാവരും പറയുന്നതെന്നും അഫ്രിൻ പറയുമ്പോൾ വിഷ്ണു ശർമ്മ വളരെ ദേഷ്യത്തോടെ റാം ഒരു രാജ്യദ്രോഹിയല്ലെന്ന് പറയും. അതിനുശേഷം റാമിന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ വിഷ്ണു ശർമ്മ അവരോട് പറയാൻ തുടങ്ങും. ഒരിക്കൽ വിഷ്ണു ശർമ്മ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഒപ്പം ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാമും സീതയും കടന്നു വരും. അവർ തമ്മിൽ ക്യാഷ്വലായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പയ്യൻ വിഷ്ണു ശർമ്മയ്ക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യുക. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും ഷോക്ക്ഡ് ആകുമ്പോൾ റാം പെട്ടെന്ന് അവന്റെ ശ്രദ്ധ തിരിച്ച് ഗൺ കൈക്കലാക്കും. അതിനുശേഷം വിഷ്ണു ശർമ്മയും റാമും കൂടി അവനെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ അവരോട് തുറന്നു പറയും. ജമ്മു കാശ്മീരിൽ കലഹമുണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പിരിക്കാനെത്തിയ യുവാക്കളിൽ ഒരാളായിരുന്നു ആ പയ്യനും. അൻസാരിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇതിനായി ഇറങ്ങി പുറപ്പെടുന്നത്. തഞ്ചത്തിൽ റാം അവനോട് തന്ത്രപൂർവ്വം സംസാരിച്ച് അൻസാരി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചറിയും. ഈ കാര്യം റാം മിലിറ്ററി ഹെഡിനെയും അറിയിക്കും. സോ ഉടനെ തന്നെ അവർ ഒരു സീക്രട്ട് മിഷൻ പ്ലാൻ ചെയ്യും. അൻസാരിയെ അയാൾ ഉള്ളിടത്ത് ചെന്ന് കൊല്ലാനായി റാമും വിഷ്ണു ശർമ്മയും ഉൾപ്പെടെയുള്ള കുറച്ച് പട്ടാളക്കാരെ ആർമി ഹെഡ് തിരഞ്ഞെടുക്കും. അവിടുത്തെ പാകിസ്ഥാൻ ആർമി ബേസ് നിങ്ങളെ പിടിച്ചാൽ അവർ നിങ്ങളെ വളരെ ബ്രൂട്ടലായി ടോർച്ചർ ചെയ്യും. പിടിക്കപ്പെട്ടാൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്നും ആർമി ഹെഡ് അവർക്ക് വാർണിംഗ് കൊടുക്കും. സോ നിങ്ങൾ പോകാൻ തയ്യാറാണോ എന്ന് ആർമി ഹെഡ് ചോദിക്കുമ്പോൾ തയ്യാറാണെന്ന് റാമും വിഷ്ണു ശർമ്മയും മറ്റുള്ളവരും പറയും. സീതയെ തനിച്ചാക്കി പോകുന്നതിൽ റാമിന് വളരെ ദുഃഖമുണ്ടെങ്കിലും രാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ റാം തയ്യാറായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് സീതയെ അവളുടെ ഫ്രണ്ട് കോൾ ചെയ്ത് നീ പ്രിൻസസ് നൂർജഹാൻ ആണെന്ന് റാമിനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ സത്യം തുറന്നു പറയുമെന്ന് സീത ഫ്രണ്ടിനോട് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. റാം വന്നയുടനെ സീത താൻ പ്രിൻസസ് നൂർജഹാനാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് റാം അവളോട് പറയും. ഒരാഴ്ചത്തേക്ക് എനിക്ക് മറ്റൊരിടത്തേക്ക് പോകണമെന്നും വളരെ റിസ്ക്കായ കാര്യമാണെന്നും റാം അവളോട് പറയും. ഇതിനപ്പുറം മറ്റൊരു ഡീറ്റെയിൽസും റാം സീതയോട് പറയില്ല. റാം പോകുന്നതിൽ സീതയ്ക്ക് വളരെ ടെൻഷനും ദുഃഖവും ഉണ്ടാകും. ഇതൊരു സീക്രട്ട് മിഷൻ ആയതിനാൽ ഈ മിഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ആർമി ബേസ് പുറത്തുവിട്ടിരുന്നില്ല. അൻസാരിയെ കൊന്നതിന് ശേഷം തിരിച്ചു വരികയെന്നതായിരുന്നു ആ മിഷന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ അകപ്പെട്ടാൽ വളരെ ബ്രൂട്ടലായ ടോർച്ചർ അനുഭവിച്ച് പാകിസ്ഥാൻ ജയിലിലാകുമെന്ന ഭയവും റാമിനും ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നു. അൻസാരി ഒളിച്ചു കഴിയുന്നിടത്തേക്ക് റാമും കൂട്ടരും അവരുടെ ഡ്രസ്സൊക്കെ ധരിച്ച് കയറിക്കൂടും. അവിടെയുള്ളവരെയൊക്കെ അവർ കൊന്നുകളയും. അങ്ങനെ അൻസാരിയെ കണ്ടെത്തി അൻസാരിയെയും റാം കൊന്നുകളയും. ആ സമയം കൊണ്ട് ആ വീട് മുഴുവനായും തീയിലാകും. അവർ ഒരു വിധേന അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തിറങ്ങുമ്പോഴാണ് ആ വീടിനകത്തു നിന്നും ഒരു കുട്ടി കരയുന്ന ശബ്ദം റാം കേൾക്കുക. റാമിനൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റാം ആ കുട്ടിയെ രക്ഷിക്കാനായി ആ വീടിനുള്ളിലേക്ക് വീണ്ടും കടന്നു ചെല്ലും. വിഷ്ണു ശർമ്മയും റാമിനായി പുറത്ത് വെയിറ്റ് ചെയ്യും. റാം കുട്ടിയുമായി തിരിച്ചു വരുമ്പോഴേക്കും പാകിസ്ഥാൻ ആർമി അവിടെ എത്തി അവരെ പിടികൂടും. അവരുടെ ഹെഡ് അഫ്രിന്റെ മുത്തച്ഛൻ അബുദാരിക്കാണ്. അബുദാരിക്കിന്റെ കയ്യിലേക്ക് റാം ആ കുട്ടിയെ ഏൽപ്പിക്കും. റാമിനെയും വിഷ്ണു ശർമ്മയെയും പാകിസ്ഥാനികൾ വളരെ ക്രൂരമായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ടുവരുന്ന അബുദാരിക്ക് അവിടെ നിന്ന് റാമിനെയും വിഷ്ണു ശർമ്മയെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആവശ്യമായ ഫുഡും വെള്ളവുമൊക്കെ നൽകും. ആ കൂട്ടത്തിൽ അബുദാരിക്കിന് മാത്രമാണ് കരുണയുള്ളത്. സോ റാമിനും വിഷ്ണു ശർമ്മയ്ക്കും ക്രൂരമായ ടോർച്ചർ ലഭിക്കാതെ അബുദാരിക്ക് അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. ഒരാഴ്ചയായിട്ടും റാം തിരിച്ചു വരാത്തതിനാൽ സീത അവരുടെ ഹെഡിനെ മീറ്റ് ചെയ്ത് റാം എവിടെയാണെന്നും എന്താണ് ഇതുവരെ തിരികെ വരാത്തതെന്നും ചോദിക്കും.
ഈ സമയം വിഷ്ണു ശർമ്മയുടെ വൈഫും അവിടെ എത്തി അയാൾ എന്താണ് തിരിച്ചു വരാത്തതെന്ന് അന്വേഷിക്കും. ഇതൊരു സീക്രട്ട് മിഷൻ ആയതുകൊണ്ട് തന്നെ സീതയ്ക്കും വിഷ്ണു ശർമ്മയുടെ വൈഫിനും അവരുടെ ഭാഗത്തു നിന്നും യാതൊരു റിപ്ലൈയും ലഭിക്കില്ല. അവതാരിക്കിന് റാമിന്റെയും വിഷ്ണു ശർമ്മയുടെയും മേൽ കരുണ തോന്നി അവരെ തിരിച്ച് ഇന്ത്യയിൽ അയക്കാനായി മേലുദ്യോഗസ്ഥരോട് റെക്കമെൻഡ് ചെയ്യും. സീതയും എങ്ങനെയെങ്കിലും റാമിനെ രക്ഷിക്കാനായി അവളുടെ ബ്രദറിനെ ചെന്ന് കണ്ട് ഹെൽപ്പ് ചോദിക്കുമെങ്കിലും തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബ്രദർ കൈയൊഴിയും. അബുദാരിക്ക് അവരെ രക്ഷിക്കാൻ പല വഴികളും നോക്കും. പാകിസ്ഥാനിലെ തീവ്രവാദികളിൽ ഒരാൾ ഇന്ത്യൻ ജയിലിലുണ്ട്. അയാളെ വിട്ടുകിട്ടിയാൽ റാമിനെയും വിഷ്ണു ശർമ്മയും തിരിച്ച് ഇന്ത്യയിലേക്ക് അയക്കാമെന്ന് പാകിസ്ഥാൻ ആർമിയുടെ ഹെഡ് ഒരു ഡീൽ വയ്ക്കും. അത് ഇന്ത്യൻ ആർമി സമ്മതിക്കുകയും ചെയ്യും. ഈ സന്തോഷ വാർത്ത അബുദാരിക്ക് റാമിനോടും വിഷ്ണു ശർമ്മയോടും പറയുമ്പോൾ അവർ വളരെ ഹാപ്പിയാകും. ഈ സമയം പാകിസ്ഥാൻ ആർമിയുടെ ഹെഡ് അബുദാരിക്കിന് കോൾ ചെയ്ത് ഈ ഡീലിൽ ഒരു ചെറിയ മാറ്റമുണ്ട്, രണ്ടുപേരെയും വിടാൻ കഴിയില്ല, ഒരാളെ മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയൂ എന്ന് പറയും. ഇത് അബുദാരിക്കിനെ വേദനിപ്പിക്കുന്ന ഒരു ന്യൂസായിരുന്നു. ഈ കാര്യം വളരെ ദുഃഖത്തോടെ അബുദാരിക്ക് അവരെ അറിയിക്കുമ്പോൾ വിഷ്ണു ശർമ്മ വളരെ ടെൻഷനായി, എനിക്ക് തിരിച്ചു പോകണം, എനിക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്, സോ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ റാം ആ ഒരാൾ സാർ തന്നെയാകും, സാർ തിരിച്ചു പോയിക്കോളൂ എന്ന് റാം വിഷ്ണു ശർമ്മയോട് പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് അന്നാണ് ഞാൻ റാമിനെ അവസാനമായി കണ്ടതെന്ന് വിഷ്ണു ശർമ്മ അഫ്രിനോട് പറയും. അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് കൂടുകയാണ് ചെയ്തത്. ഇന്ത്യൻ സോൾജേഴ്സ് ഒളിച്ചിരിക്കുന്ന സ്ഥലമെല്ലാം പാകിസ്ഥാൻ ആർമി കണ്ടെത്തി അവരെ അറ്റാക്ക് ചെയ്തു. ഇന്ത്യയുടെ ഈ സീക്രട്ടൊക്കെ റാമാണ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. സോ റാമിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി. അതുകൂടാതെ ഒരു ഷോക്കിംഗ് ന്യൂസ് കൂടി വിഷ്ണു ശർമ്മ അഫ്രിനോട് പറയും. റാം അൻസാരിയെ കൊന്നതിന് ശേഷം അവിടെ നിന്നും രക്ഷിച്ച കുട്ടി അഫ്രിൻ തന്നെയാണ്. അഫ്രിനെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് റാമും പാകിസ്ഥാൻ ആർമിയുടെ പിടിയിലായത്. അല്ലായിരുന്നെങ്കിൽ റാം ഇപ്പോഴും സീതയ്ക്കൊപ്പം സന്തോഷത്തോടെ ഉണ്ടായേനെയെന്നും വിഷ്ണു ശർമ്മ അഫ്രിനോട് പറയുമ്പോൾ അഫ്രിൻ വളരെ ഷോക്ക്ഡാകും. റാം കാരണമാണ് താനിപ്പോഴും ജീവനോടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്ന അഫ്രിൻ വളരെ ഇമോഷണലാകും. റാം എഴുതിയ ലെറ്റർ ഞാൻ സീതയ്ക്ക് കൊടുത്തോളാം എന്ന് വിഷ്ണു ശർമ്മ പറയുമ്പോൾ ആ ലെറ്റർ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബാലാജിയുടെ കയ്യിലാണ്, അവനിപ്പോൾ അത് സീതയ്ക്ക് കൊടുത്തു കാണുമെന്ന് അഫ്രിൻ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് ബാലാജി സീതയെ തേടി അവർ താമസിക്കുന്ന വീട്ടിലെത്തും. റാം എഴുതിയ ലെറ്റർ അവൻ സീതയ്ക്ക് നൽകും. വളരെ സന്തോഷത്തോടെ സീത ലെറ്റർ തുറന്നു വായിക്കും. പാകിസ്ഥാൻ ആർമികൾ റാമിനോടും വിഷ്ണു ശർമ്മയോടും ഇന്ത്യയുടെ സീക്രട്ടൊക്കെ ചോദിക്കും. ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകാമെന്ന ഓഫറും അവർ നൽകും. പക്ഷെ റാം ഒരിക്കലും ഇന്ത്യയെ ചതിക്കാൻ തയ്യാറാകില്ല. പക്ഷെ സ്വന്തം നാട്ടിൽ ജീവനോടെ തിരിച്ചെത്തണമെന്ന ആഗ്രഹമുള്ള വിഷ്ണു ശർമ്മ പാകിസ്ഥാനുമായി സഹകരിക്കാൻ തയ്യാറാകും. ഇന്ത്യയുടെ സീക്രട്ട് പ്ലാനുകളും സോൾജേഴ്സ് ഒളിച്ചിരിക്കുന്ന പ്ലേസുകളുമെല്ലാം വിഷ്ണു ശർമ്മ അവരോട് പറയും. ഇതറിയുന്ന റാമിന് അത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ഇങ്ങനെയാണ് താൻ പാകിസ്ഥാനിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് വിഷ്ണു ശർമ്മ ആരോടും പറഞ്ഞിരുന്നില്ല. റാമാണ് ഇന്ത്യയെ ചതിച്ചതെന്ന് പറഞ്ഞ് റാമിനെ എല്ലാവരും രാജ്യദ്രോഹിയായി മുദ്രകുത്തുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം റാം സീതയ്ക്ക് എഴുതിയ കത്തിൽ വ്യക്തമായി എഴുതിയിരുന്നതിനാൽ ഈ സത്യമൊക്കെ സീത മനസ്സിലാക്കും. ബാക്കി എന്താണ് റാം എഴുതിയിരിക്കുന്നതെന്ന് സീത വായിക്കാൻ തുടങ്ങും. റാം കത്തെഴുതി അവസാനിപ്പിക്കുമ്പോൾ റാമിനെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ആർമികളെത്തും. റാം എഴുതിയ ലെറ്റർ അബുദാരിക്കിന്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഇത് സീതയെ ഏൽപ്പിക്കണമെന്ന് റാം പറയും. അബുദാരിക്കിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അഫ്രീന് സ്നേഹത്തോടെ ഉമ്മ കൊടുത്ത് റാം ഒരു റൂമിനുള്ളിലേക്ക് കയറും. റാമിനെ അപ്പോൾ തന്നെ പാകിസ്ഥാനികൾ തൂക്കിലേറ്റി കൊല്ലും. ഈ കത്ത് നീ വായിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുകയില്ലെന്ന് റാം ലെറ്ററിൽ എഴുതിയിരുന്നു. ഇത് വായിക്കുന്ന സീത വളരെ ഇമോഷണലാകും. ആ ലെറ്ററിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് സീത ശ്രദ്ധിക്കും. സീത പ്രിൻസസ് ആയിരുന്നെന്ന് റാം ജയിലിലായിരിക്കുമ്പോഴാണ് അറിയുക. ഒരു രാജകുമാരിയായിരുന്ന നീ ഒരു സാധാരണക്കാരനായി എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങി വന്നതിന് ഒരുപാട് നന്ദിയെന്നും റാം അവൾക്കായി എഴുതും. അവിടെ സീൻ കട്ട് ചെയ്ത് അഫ്രിൻ സീതയെ നേരിൽ കാണാനെത്തും. പാകിസ്ഥാനിലുള്ള റാമിനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് അഫ്രിൻ പറയുമ്പോൾ റാം ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് സീത പറയും. ഇതുകൂടി കേൾക്കുന്ന അഫ്രിൻ വളരെ ഫീൽ ചെയ്ത് ഞാനൊരു ഇന്ത്യക്കാരനോട് സോറി പോലും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ഫീലോടെ അഫ്രിൻ സീതയോട് സോറി പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. ആ ലെറ്റർ പുറത്തു വന്നതിനാൽ റാം ഒരു രാജ്യദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി രാജ്യം റാമിനുള്ള ആദരവ് പ്രകടിപ്പിക്കും. ഈ ചടങ്ങിൽ സന്തോഷത്തോടെ അഫ്രിനും പങ്കെടുക്കും. റാമിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം വിഷ്ണു ശർമ്മയാണ് ചെയ്തതെന്ന് എല്ലാവരും മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്ന വിഷ്ണു ശർമ്മ സൂയിസൈഡ് ചെയ്യും. റാമിനെ രാജ്യം ബഹുമതി നൽകി ആദരിക്കുന്നത് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഒരു സ്വപ്നം പോലെ കണ്ടു തീർന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും തീർച്ച.
എനിവേ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.